നല്ല രുചിയുള്ള നിലക്കടലയുടെ വെള്ള ചമ്മന്തിയാണിത്. ഗ്രൗണ്ട് നട്ട് അഥവാ പീനട്ട് ചട്നി. പല രീതിയിൽ പീനട്ട് ചട്നി തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടും നീട്ടിയൊക്കെ എടുക്കാവുന്ന ചട്നിയാണ്. നിറയെ വെറൈറ്റി ചട്നീസ് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ദോശയ്ക്കും ഇഡലിക്കും മസാല ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തി റെസിപ്പി ഇനി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരല്പം കുറവാണ് നിലക്കടല എടുത്തിട്ടുള്ളത്. ഇത് വറുത്തതല്ല. ഇതിന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. നിങ്ങളുടെ കൈവശം വറുത്ത നിലക്കടല ആണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. ഞങ്ങളൊക്കെ ഇതിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത്. ഇത് നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നിരത്തിയിടുക. ഒന്ന് ആറട്ടെ. ആറിയതിന് ശേഷം തൊലി നല്ലവണ്ണം മാറ്റിയെടുക്കണം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഒരു 10-12 ചെറുള്ളി ചേർക്കാം. കൂടെ തന്നെ പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 5 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയാണ്, അതുകൂടി ചേർക്കണം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊരിഞ്ഞ് വരും, അത്രയും മാത്രം മതിയാകും. പച്ചമുളക് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാനായിട്ട് എല്ലാ പച്ചമുളകും കത്തി കൊണ്ട് ചെറുതായിട്ടൊരു കീറൽ കൊടുത്തിട്ട് ഇടുക. പക്ഷേ ഇത് പിളർത്തി ഇടരുത്, അതിൻ്റെ കുരു വെളിയിൽ വരും. പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ആ കൂട്ടത്തിൽ ഉള്ളിയും പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ചൂടൊന്ന് മാറിക്കോട്ടെ. ഇനി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടിയുടെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണം പോലും അഴുക്ക് കാണരുത്. നല്ല കപ്പലണ്ടി ചട്നി അരയ്ക്കാൻ വേണ്ടി നല്ല കപ്പലണ്ടി എടുക്കാൻ നോക്കണം. ഒരെണ്ണം കെട്ടുപോയതുണ്ടെങ്കിൽ ചട്നിയുടെ ടേസ്റ്റേ മാറിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ല മൂത്ത ഇഞ്ചി ആയിരിക്കണം. ചില സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് എളുപ്പമായിട്ടുള്ള ഇഞ്ചി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് ചേർക്കണം, കൂടുതലായിട്ട് ചേർക്കണം. ഒരു 6-7 നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനി ഇത് ചേർക്കുന്നത് പൊട്ടുകടലയാണ്. 1/4 കപ്പാണിത്. 1/4 കപ്പിന് ഫുള്ളായിട്ടും എടുത്തിട്ടില്ല. അത് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങയാണ്. ഇത് 1/2 കപ്പാണ്. 1/2 കപ്പിന് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പൊട്ടുകടലയും തേങ്ങയും ഒക്കെ ചേർക്കുന്നത് കാരണം നിലക്കടലയുടെ ടേസ്റ്റ് അധികം ഒന്നും മുന്നേ നിൽക്കില്ല ഈ ചമ്മന്തിക്ക്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നീട് എത്രയും നീട്ടിയെടുക്കുന്നു അതിനനുസരിച്ച് ചേർക്കാം. ഇതിലൊരു 3-4 നുള്ള് കായപ്പൊടിയൂടെ ചേർക്കുക. ആദ്യമേ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തോണ്ട് വരണം. എത്ര അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് അരച്ചെടുത്തോണ്ട് വരാം. ഇത്ര ഇപ്പോൾ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം ചേർക്കാം. ഇപ്പോൾ ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രമായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്തോണ്ട് വരിക. പിന്നീട് വെള്ളം ഒഴിച്ച് ചട്നി നീട്ടിയെടുക്കാം. പ്രത്യേകിച്ച് ഇതിൽ നിലക്കടലയും പൊട്ടുകടലയും ആ തേങ്ങയ്ക്കൊപ്പം തന്നെ അരഞ്ഞു കിട്ടണം. ഒരേപോലെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മെഴുമെഴാന്ന് അരയ്ക്കരുത്. ഇതിപ്പോൾ കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചപ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഒരുപോലെ എല്ലാം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തരിതരിപ്പായിട്ട് തന്നെ തേങ്ങാ ചമ്മന്തിയുടെ അതേ അളവിൽ. മസാല ദോശയ്ക്ക് ഉഴുന്നുവടയ്ക്കും ഒക്കെ ഈ ഒരു പരുവത്തിൽ എടുത്താൽ നല്ലതായിരിക്കും. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. മറ്റ് ഐറ്റംസ് എല്ലാം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവും വെള്ളം ഇതിലും കൂടുതലായിട്ടും ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചമുളക് 2 കൂടുതൽ ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂടുതലായിട്ട് ചേർത്തിരിക്കണം. മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇതൊരു 3/4 ലിറ്റർ ആയിട്ടുണ്ട് ചട്നി. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് ഉപ്പൂടെ ആവശ്യമുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലും കുറച്ചുകൂടി വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ചട്നി എടുത്തിട്ടുള്ളത്.
ഇത് 5 6 പേർക്ക് കഴിക്കാം. താളിച്ചതിൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് കുറച്ച് ലൂസായ ചട്നി ആയത് കാരണം ഉഴുന്ന് പരിപ്പ് ചേർത്തില്ല. താളിച്ചത് ചട്നിയിലോട്ടൊഴിക്കുക. ചട്നി ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒഴിക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറിച്ചതായിരുന്നാൽ നല്ലതായിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ദോശയാണ്. അടുത്ത എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയും ദോശയുടെയും റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.